നമസ്കാരം. ബംഗ്ലാദേശിൽ വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്ക് കാരണമായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഇന്ത്യയിൽ അഭയം തേടിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വരുന്ന ഡിസംബറോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു. തനിക്കെതിരെ ബംഗ്ലാദേശിലെ കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും നാട്ടിലെത്തി നിയമപരമായി നേരിടാനും കോടതിയിൽ കീഴടങ്ങാനുമാണ് അവരുടെ തീരുമാനം. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് 78-കാരിയെ ഷെയ്ഖ് ഹസീന ഈ കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ 2 പതിറ്റാണ്ട് കാലം ബംഗ്ലാദേശ് ഭരിച്ച ഷെയ്ഖ് ഹസീനയ്ക്ക് 2024 ഓഗസ്റ്റ് 5-നാണ് രാജ്യം വിടേണ്ടി വന്നത്. വിവാദ സിവിൽ സർവീസ് സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം രാജ്യത്ത് വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറി. ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ പിന്തുണയുണ്ടായിരുന്നു എന്നതാണ് ആരോപിക്കപ്പെട്ടത്. സമരം അക്രമാസക്തമാവുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തതോടെ ഹസീനയുടെ സുരക്ഷ മുൻനിർത്തി രാജ്യം വിടാൻ ബംഗ്ലാദേശ് സൈനിക മേധാവി ഇവർക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് അവർ ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു ശേഷം ബംഗ്ലാദേശിൽ വൻ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി. ആദ്യം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല ഭരണകൂടവും പിന്നീട് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായ BNP സർക്കാരും അധികാരത്തിൽ വന്നു. 2024 വിദ്യാർത്ഥി സമരങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയതിലും കൂട്ടക്കൊലകൾക്ക് കാരണക്കാരിയായതിലും പങ്കുണ്ടെന്ന് ആരോപിച്ച് ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ 2025 നവംബറിൽ ഹസീനയ്ക്ക് അവരുടെ അസാന്നിധ്യത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. ഇന്ത്യയിൽ കഴിയുന്ന ഹസീനയെ വിചാരണയ്ക്കായി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യക്ക് തുടർച്ചയായി കത്തുകൾ അയക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥന തങ്ങളുടെ നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരികയാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പുതിയ ബംഗ്ലാദേശ് സർക്കാരുമായി നല്ലൊരു നയതന്ത്ര ബന്ധം തുടരാൻ തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. താൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാനോ ചിലപ്പോൾ കൊല്ലപ്പെടാനോ സാധ്യതയുണ്ടെന്ന് ഹസീനയ്ക്ക് അറിയാം. എങ്കിലും മടങ്ങാൻ തീരുമാനിച്ചതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. തന്റെ അഭാവത്തിൽ പാർട്ടി നേതാക്കളും അണികളും കടുത്ത അടിച്ചമർത്തലുകൾ നേരിടുകയാണെന്നും അവർക്കൊപ്പം നിൽക്കേണ്ട തന്റെ കടമയാണെന്നും ഹസീന കരുതുന്നുണ്ട്. മരണം വരികയാണെങ്കിൽ അത് എന്റെ മാതാപിതാക്കളെ അടക്കം ചെയ്ത അവരുടെ ചോര വീണ സ്വന്തം മണ്ണിൽ വെച്ചായിരിക്കണമെന്നാണ് ഹസീന പ്രതികരിച്ചത്. തനിക്കെതിരെയുള്ള കേസുകൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കോടതിയിൽ കീഴടങ്ങുന്നതിലൂടെ നിലവിലെ ഭരണകൂടത്തിന്റെ കേസുകൾ എത്രത്തോളം വ്യാജമാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിയുമെന്നും അവർ പറയുന്നു. ഹസീനയ്ക്കൊപ്പം വധശിക്ഷ നേരിടുന്ന മുൻ ആഭ്യന്തരമന്ത്രി അസദ്മാൻ ഖാൻ കമാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന അവാമി ലീഗ് നേതാക്കളും ഡിസംബറിൽ മടങ്ങിയെത്തി കീഴടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. തനിക്കെതിരെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചതാണെന്ന ഹസീനയുടെ വാദങ്ങൾക്ക് ബലം നൽകുന്ന ചില സംഭവങ്ങൾ ഈ വർഷം ആദ്യം ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു. ഹസീനയ്ക്കും മറ്റ് 112 പേർക്കുമെതിരെയുള്ള ഒരു വധശ്രമ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതൊഴിവാക്കാൻ ബംഗ്ലാദേശ് പോലീസിലെ അന്വേഷണ വിഭാഗം ശുപാർശ ചെയ്തിരുന്നു. ഇരയെന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. കേസ് അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടും അത് രജിസ്റ്റർ ചെയ്യാൻ തങ്ങൾക്ക് മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് പുതിയ സർക്കാരിനെ പ്രതിരോധത്തിലുമാക്കിയിരുന്നു. രാജ്യത്തിന് പുറത്താണെങ്കിലും ബംഗ്ലാദേശിലെ 300 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 125 എണ്ണത്തിലും ഇതിനോടകം തന്നെ ഓൺലൈൻ വഴി യോഗങ്ങൾ നടത്തി തന്റെ പാർട്ടിയെ വീണ്ടും സജീവമാക്കാനുള്ള ശ്രമങ്ങളും ഹസീന നടത്തുന്നുണ്ട്. 2007 സൈനിക പിന്തുണയുള്ള താൽക്കാലിക ഭരണകൂടത്തിന്റെ കാലത്ത് താൻ ജയിലിലായിട്ടുണ്ടെന്നും ജയിൽവാസം തനിക്ക് പുതിയതല്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു. തന്റെ 20 വർഷത്തെ ഭരണത്തിനിടയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്നും ഹസീന സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഭരണകൂടത്തിന്റെ ശരിയും തെറ്റും വിലയിരുത്തേണ്ടത് ഇപ്പോഴത്തെ പ്രതികാര രാഷ്ട്രീയമല്ല, മറിച്ച് ബംഗ്ലാദേശിലെ ജനങ്ങളാണെന്നും അവർ പറയുന്നു.